ഒരു പുരുഷന് രാത്രി പലതവണയായിട്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി എണീക്കേണ്ടി വരിക. പലതവണ ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ 2-ൽ കൂടുതൽ തവണ. അങ്ങനെ ഉറക്കത്തിനെ ബാധിക്കുക. രാത്രിയും ഉറക്കമില്ല, പകൽ യാത്ര ചെയ്യാനും പറ്റുന്നില്ല, ജോലി ചെയ്യാനും പറ്റുന്നില്ല. അതോടുകൂടി തന്നെ മൂത്രത്തിന് സ്പീഡ് കുറഞ്ഞു വരുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പുരുഷനാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി? പുരുഷന്മാർക്ക് മൂത്രസഞ്ചിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓറഞ്ചിന്റെ സൈസിൽ ഉള്ള ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഈ ഗ്രന്ഥിന്റെ നടുവ് കൂടെയാണ് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തോട്ട് പോകുന്നത്, ലിംഗത്തിന്റെ അകത്തുകൂടെ. ഒരു 40-45 വയസ്സിന് ശേഷം എല്ലാ പുരുഷന്മാർക്കും ഈ ഗ്രന്ഥിക്ക് ചെറുതായിട്ട് വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ 10 വർഷം കഴിയുന്തോറും അത് അനുഭവിക്കാനുള്ള പുരുഷന്മാരുടെ അളവ് 10% കൂടുന്നു. അതായത് ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഏകദേശം ഒരു 40-50% പുരുഷന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാറുണ്ട്. ഒരു 60 വയസ്സാകുമ്പോഴേക്കും ഒരു 60-70% പുരുഷന്മാർക്ക്, ഒരു 70 വയസ്സാകുമ്പോഴേക്കും ഒരു 80% പുരുഷന്മാർക്ക്, ഒരു 80 വയസ്സാകുമ്പോഴേക്കും 90-100% പുരുഷന്മാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥ വരാറുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്രം പോകുന്നതിന് തടസ്സമാവുന്നു. കുറേ നാൾ ആ തടസ്സം നിലനിന്ന് മൂത്രസഞ്ചിക്ക് ബലക്കുറവാണ്. അങ്ങനെ ബലക്കുറവ് വരുമ്പോഴേക്കും മൂത്രം പുറത്തോട്ട് തള്ളാനായിട്ടുള്ള കപ്പാസിറ്റി കുറയുന്നു. അങ്ങനെ അടിക്കടിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, മൂത്രത്തിന് സ്പീഡ് കുറഞ്ഞു വരുന്നു, മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും ഇനിയും ബാക്കി മൂത്രം ഉണ്ടെന്ന് തോന്നൽ വരുന്നു. ഇതൊക്കെയാണ് പ്രായത്തിനോടനുബന്ധിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട മൂത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ.